ക്രിക്കറ്റ് ദേശപുരം വാഴും IPL 2020 വൺ ഡേ മാച്ച്, ടെസ്റ്റ് മാച്ച് എന്നീ മത്സരങ്ങൾ കളിക്കുവാൻ ആഗ്രഹമുള്ള മഹാരാജാവിതാ എഴുന്നള്ളുന്നേ. മന്ത്രി, എന്റെ തോഴിമാർ നന്നായി നൃത്തം ചെയ്യുന്നു. ഇന്നു മുതൽ ഇവരെ ഞാൻ എന്റെ ക്രിക്കറ്റ് ടീമിന്റെ ചിയർ ഗേൾസ് ആയി നിയമിച്ചിരിക്കുന്നു. അയ്യോ, നിങ്ങൾ ഇപ്പൊ ഇവിടെ വെച്ചല്ല നൃത്തം ചെയ്യേണ്ടത്. ഞാൻ ഓരോ 6ഉം 4ഉം അടിക്കുമ്പോൾ അപ്പോഴാണ് നൃത്തം ചെയ്യേണ്ടത്. അതിന് രാജാവ് 6ഉം 4ഉം അടിക്കില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നൃത്തം ചവിട്ടിയത്. മന്ത്രി പറഞ്ഞുവിടും. മന്ത്രി, രാജൻ, അവർ ചിയർ ഗേൾസ് ആക്കണം എന്ന് പറഞ്ഞപ്പോ അവർ എനിക്കിട്ടാക്കിയതാണെന്ന് ഞാൻ അറിഞ്ഞില്ലടോ. വേറൊരു കാര്യമുണ്ട് രാജൻ. കഴിഞ്ഞ മാച്ചിൽ രാജൻ പരാജയമായിരുന്നു. രാജന്റെ പെർഫോമൻസ് ഒട്ടും പോരായിരുന്നു, വീക്കായിരുന്നു. അതെന്റെ കുഴപ്പമല്ല. പിന്നെ കാലാവസ്ഥ ശരിയല്ലായിരുന്നു. മഴയില്ലായിരുന്നു, വെയിലും ഇല്ലായിരുന്നു. പിന്നെന്തോന്ന് കാലാവസ്ഥ? അയ്യോ, അതല്ല, എന്റെ കാലിന്റെ അവസ്ഥ ശരിയല്ലായിരുന്നു എന്ന്. ഇങ്ങനെ ഓരോ അവസ്ഥയും പറഞ്ഞോണ്ടിരുന്നോ? കളി നോക്കേ ഉള്ളൂ നമ്മള്. എടോ, താൻ അങ്ങനെ എന്നെ കൊച്ചാക്കണ്ട. എന്നെ ഒന്ന് ക്യാച്ച് ഔട്ട് ആക്കാൻ നമ്മുടെ ഏതെങ്കിലും പ്രജകൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു. ആർക്കെങ്കിലും സാധിക്കോ? സാധിക്കില്ല. ആർക്കും പറ്റില്ല രാജൻ. ക്യാച്ച് ഔട്ട് ആകണമെങ്കിൽ ആദ്യം ബാറ്റിൽ ബോൾ കൊള്ളണം. ബാറ്റോ അല്ല, ബോൾ പൊങ്ങിയതിനു ശേഷം ക്യാച്ച് എടുക്കണം, എങ്കിലേ ഔട്ടാവും. ഇത് ഫസ്റ്റ് ബോൾ തന്നെ കുറ്റിയും പറഞ്ഞിട്ട് പോണ രാജൻ ഇങ്ങനെ ഔട്ടാക്കാനാണ് രാജൻ. അതൊക്കെ വിട്ടേക്കൂ. നാളെ നമുക്കൊരു ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് വിളിക്കരുത്, ടീം സെറ്റ് ആയിട്ടില്ല. ടെസ്റ്റ് വിളിക്കരുത്, ടീം സെറ്റ് ആയിട്ടില്ല. എടോ, അതല്ലെന്ന്. കഴിഞ്ഞ കളിയിൽ എന്റെ ചങ്കത്ത് ബോൾ കൊണ്ടില്ലേ, അതിന്റെ ഒരു ടെസ്റ്റ് ചെയ്യണമെന്നാണ്. ഒരു MRI സ്കാൻ തന്നെ വേണ്ടി വരും. രാജൻ, കാര്യം പറയട്ടെ? പറയൂ. എന്റെ അളിയന് നമ്മുടെ ക്രിക്കറ്റ് ടീമിലേക്ക് വരാൻ ഭയങ്കര ആഗ്രഹം. ആണോ? അളിയന് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രാന്താണ്. അതല്ലെങ്കിലും അവന് പ്രാന്താണ്. അല്ലെങ്കിൽ നമ്മുടെ ടീമിലേക്ക് വന്നോ കളിക്കോ? രാജൻ, മഹാറാണി വരുന്നു. ഞാൻ വിചാരിച്ചു യുദ്ധമായിരിക്കും. മഹാറാണിയുടെ പള്ളിയൂറൊക്കെ കഴിഞ്ഞ് എത്തിയോ? രാജൻ, അങ്ങ് ഇവിടെ നടക്കുന്ന വല്ലതും അറിയുന്നുണ്ടോ? എന്ത്? നിങ്ങളൊന്നും അറിയില്ല. നിങ്ങൾ ഈ പെമ്പിള്ളേരെ നോക്കിയിരിക്കുവല്ലേ. നാട്ടുകാര് മൊത്തം അറിഞ്ഞു. എന്ത്? ഞാൻ ഇങ്ങോട്ട് കേറി വരുമ്പോ ആ പടൻ എന്നെ മുട്ടി. ഞാൻ കണ്ടില്ലല്ലോ. നിങ്ങൾ കാണൂല, അവൻ എന്നെ മുട്ടി. ഈ ഡിസിഷൻ ഞാൻ തേടം പേർക്ക് വിട്ടിരിക്കുന്നു. റിപ്ലൈ. പൊളി. ഇനി ഫോർവേഡ്. പോട്ടെ, പതുക്കെ. റിപ്പീറ്റ്. റിവേഴ്സ്. You are out. ഞാൻ ഔട്ടല്ല രാജൻ, ഞാൻ റാണിയെ മുട്ടിയില്ല. നീ മുട്ടി. ഇല്ല രാജൻ, നീ മുട്ടിയത്. എങ്കിൽ ഞാൻ ഒന്നോടെ മുട്ടിയുടെ രാജൻ. നിനക്ക് ഇത്രക്ക് മുട്ടിയിരിക്കണെന്ന് ഞാൻ ഇപ്പോഴാണ്. ആരെവിടെ? ഇവരെ കൊണ്ടുപോയി തുറകി നടക്കൂ. അതിന് അവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയി കിടന്നോളാം. ഞങ്ങള് പോയി പൂട്ടിയിടട്ടെ? ഈ മുഖത്ത് ഇനി എന്ത് പൂട്ടിയിടാനാ? അയ്യോ, പൂട്ടിയിടാനല്ല, ഞങ്ങള് പോയി പൂട്ടിയിടട്ടേന്ന്. കൊണ്ടുപോയി പൂട്ടിയിട്. എന്നെ പൂട്ടിയിട, ഞാൻ ഓടും. ഓടല്ലേ? എന്നെ പിടിച്ചോ. രാജൻ, എനിക്ക് ഭയങ്കര സന്തോഷമായി. കറക്റ്റ് സമയത്ത് ഒരു ഡിസിഷൻ എടുത്തല്ലോ. പിന്നെ റാണി, നമുക്കൊരു ക്രിക്കറ്റ് ടീമുണ്ട്. രാജന്റെ ക്രിക്കറ്റ് കളിയെ പറ്റി എന്താണ് അഭിപ്രായം? ഒരു സെഞ്ചുറി എങ്കിലും പോട്ടെ, ഒരു 50 എങ്കിലും അടിക്കണം.
ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു സെങ്കിളെങ്കിലും എടുത്തൂടെ? മന്ത്രിയറിയ പാട് ഡെക്കായി പോകുന്ന ആളെ കുറിച്ച് ഞാൻ എന്തോ പറയാനാ മന്ത്രി? റാണി, എന്തോ? നീ നമ്മുടെ ക്രിക്കറ്റ് കളിയെ കുറിച്ച് തന്നെയാണോ ഈ പറയുന്നത്? ആ. അല്ല രാജാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമുക്ക് ഒരുപാട് ക്രിക്കറ്റ് ഗ്രൗണ്ട് ഇല്ലേ? പിന്നെ? ഇതിന് ചുറ്റും പുല്ല് വളർന്നു നിൽക്കുന്നു, പക്ഷെ നടുക്ക് മാത്രം ഒരു പുല്ല് പോലും ഇല്ലല്ലോ. എന്റെ മഹാറാണി, ഇതുപോലത്തെ മണ്ട ചോദ്യങ്ങൾ മറ്റാരുടെ അടുത്ത് പോയി ചോദിക്കല്ലേ. എന്താ? നടുക്ക് മാത്രമേ പുല്ല് വളരൂ. നടുക്കല്ലേ കളി നടക്കുന്നത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോ എങ്ങനെയാണ് പുല്ല് മുളക്കുന്നത്? കേട്ടിട്ടില്ലേ? ഓടിയപ്പോൾ പുല്ല് പോലും മുളച്ചിട്ടില്ല എന്ന്. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അല്ല രാജനി, സൂപ്പർ ഓവർ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഞാൻ പറഞ്ഞുതരാം. പറയ്, പറയ്. അതായത് നമ്മുടെ ടീം ഓപ്പോസിറ്റ് ടീം കളിക്കൂലേ? കളിക്കും. അപ്പൊ ഓപ്പോസിറ്റ് ടീം ബാറ്റ് ചെയ്യും. അപ്പൊ രാജൻ ബോൾ ചെയ്യും. ആ. അപ്പൊ അവര് പറഞ്ഞ കേട്ടിട്ടുണ്ട്, എന്ത് സൂപ്പർ ഓവറാണ് അടിച്ചു വന്നു. സത്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള ഇങ്ങനെയാണെങ്കിൽ ഞാൻ ബോളിംഗ് നിർത്തി. ബാറ്റിംഗ് നിർത്തുന്നത് നല്ലത്. രാജൻ, 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 എന്താണ്? ഒരു ടീം നമ്മളോട് മാച്ചിന് തയ്യാറായി നിൽക്കുന്നു. വായിച്ചു നോക്കണോ ഏത് ടീമാണ്? കോമഡി മാസ്റ്റേഴ്സ് ടീം. കളി തോറ്റു കഴിഞ്ഞാൽ രാജ്യം കൊടുക്കണമെന്ന്. രാജൻ എന്താ ഇങ്ങനെ ചിരിക്കുന്നത്? കോമഡി മാസ്റ്റേഴ്സ് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ചിരി വരും. രാജൻ ഒരു ചെറിയ ടീമല്ല, വലിയ ടീമാണ്. പണിപ്പാളും രാജൻ, പണിപ്പാളും. രാജൻ അവരെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. ആ ടീമിൽ ആരൊക്കെയാന്ന് അറിയോ? അവരുടെ ടീം പ്ലേയേഴ്സ് ആരൊക്കെയാണോ ഒന്ന് പറഞ്ഞ കേക്കട്ടെ. കുട്ടിയകിൽ. കുട്ടിയകിൽ. പേടിക്കാനില്ല, അവൻ വെറും കുട്ടികളിയായിരിക്കും. കുട്ടിക്കളിയല്ല, അവന് വെട്ടിക്കളിയാ. ആണോ? ആ. വേറെ ആരൊക്കെയാണോ ഉള്ളത്? ജോബി മാർക്കോസ്. എങ്ങനെയുണ്ട് കളി? കളിയേക്കാൾ ചെളിയാണെന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ കീപ്പ് ചെയ്യുമ്പോ സൂക്ഷിക്കണം. ബാറ്റ്സ്മാൻമാരെ നോബി കോമഡി പറഞ്ഞ് പറ്റിച്ചു കളയും. പിന്നെ ആരൊക്കെയുണ്ട്? പിന്നെ ശ്രീവിദ്യ. ശ്രീവിദ്യ വിദ്യ പഠിച്ച കുട്ടിയാണ്. അതെ, ശ്രദ്ധിക്കണം. തക്കം കിട്ടിയാൽ കൗണ്ടർ അടിക്കും. കൗണ്ടറല്ല, ബൗണ്ടറി അടിക്കും. അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന്. പിന്നെ വേറൊരു കുട്ടിയുണ്ട്. ആരാണ്? ഡയാന. ഡയാന ക്ലാസിക് പ്ലെയർ. മുട്ടി 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 ഇങ്ങനെ നിൽക്കും. കിട്ടിയാൽ ഒരു സിക്സറും അടിക്കും. അതൊക്കെ പോട്ടെ, ആരാണ് ഈ ടീമിന്റെ ക്യാപ്റ്റൻ? ഇപ്പോഴാണ് എനിക്ക് സന്തോഷം. അതെന്താ? കളി തോറ്റാലും ജയിച്ചാലും ഒരു കെട്ടിപ്പിടുത്തോ. രാജൻ, അതൊക്കെ ഒരു നാട്ടു തടുപ്പല്ലേ, നമുക്കൊരു സുഖം. വീട്ടിലെ നടപ്പ് എന്നെ കൊണ്ട് രാജൻ, ഒരാള് കൂടിയുണ്ട്. ആരാണത്? അവരുടെ കമന്റേറ്റർ എലീന പടിക്കൽ. ദേവദത്ത് പഠിക്കലിന്റെ ആരുമല്ല, ആ കുട്ടിയാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ബൂസ്റ്റ് ചെയ്യുന്നത്. ആ കുട്ടിയാണ് മെന്റർ. മെന്റൽ ആണെങ്കിൽ കുഴപ്പമില്ല, ആശുപത്രി കൊണ്ടുപോയിടാം. മെന്റൽ അല്ല രാജൻ, മെന്റർ. മെന്റർ. ഓ, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അതെ, ആരാണ് അവരുടെ കോച്ച്? അനൂജ് രാമചന്ദ്രൻ. കിളിമാനൂർ കൊട്ടാരം വാഴും തമ്പുരാൻ. കേട്ടിട്ടുണ്ട്. എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. കളിക്കാനാണ് പറഞ്ഞത്. ഇപ്പൊ ടെസ്റ്റ് മാച്ച് ആയത്. അതെ. അപ്പൊ ഈ ടീമിനെ നമ്മൾ എങ്ങനെ നേരിടുള്ളൂ? തോറ്റു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം നഷ്ടപ്പെട്ടു. എന്ത് ചെയ്യും മന്ത്രി? രാജഗുരുവിനെ വിളിച്ചാലോ? വിളിക്കേ. രാജഗുരു. മുനിയുടെ ശാപം കവിതകളായി. മുനിയുടെ രാജഗുരു, അങ്ങ് എവിടെയാണ് ഈ തലകുത്തി പറയുന്നത്? എനിക്ക് അവിടെ ഇരുന്നിട്ട് സമാധാനമില്ലായിരുന്നു. നിങ്ങൾ എന്തൊക്കെ മണ്ടത്തരമാണ് കാണിച്ചത്. ഞാൻ എല്ലാം അറിഞ്ഞു. എന്ത്? ഈ രാജ്യം നിങ്ങൾ പണയം വെക്കാൻ പോവാണ്. അതെ, കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ വലിയ ടീമിന്റെ കൂടെ നിങ്ങൾ മാറ്റി വെച്ചാൽ നിങ്ങൾ തോറ്റു തൊപ്പിയിടും. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ രാജഗുരു? ഒരു രക്ഷകൻ വരണം. ആരാണ് ആ രക്ഷകൻ? കേരള ദേശത്ത് നിന്നും രാജസ്ഥാൻ ദേശത്ത് പോയി റോയലായിട്ട് കളിച്ച് വിജയശ്രീലാളിതനായ സഞ്ജു സാംസൺ വരണം. എന്നാ വിളിക്കാം. സഞ്ജു മോനെ. ഹലോ ചേട്ടാ, പറഞ്ഞോ ചേട്ടാ. എടാ പൊന്നു മോനെ, ഞങ്ങളുടെ രാജാവ് അല്പം ബുദ്ധിക്കുറവുണ്ട്. ജോസ് പ്രകാശിന്റെ സൗണ്ടാണ്. അദ്ദേഹം പണ്ടത്തെ ആ രീതി വെച്ച് കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ടീമോട്ട് മാറ്റുരയ്ക്കുകയാണ്. എങ്ങനെയും പോകുമെന്ന് ഞങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കണം. ഇല്ല കേട്ടോ, എനിക്ക് വരാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഇപ്പൊ സെഞ്ചുറി ഒക്കെ അടിച്ചിരിക്കുന്നോണ്ട് എനിക്ക് വരാൻ പറ്റൂല കേട്ടാ. വരാൻ പറ്റിയെന്ന് പറയാം. സഞ്ജുമോനെ, എന്താ ചേട്ടാ? രാജാവാണ്. പറഞ്ഞു കേട്ടാ. അതെ, വരാൻ പറ്റൂലെങ്കിൽ കുഴപ്പമില്ല. ഒരു ടിപ്സ് എന്തെങ്കിലും പറഞ്ഞു തരുമോ? ടിപ്സ് ഒന്നുമില്ല ചേട്ടാ. ബോൾ വന്നാ വലിച്ചടിച്ചാ മതി ചേട്ടാ. ഓക്കെ താങ്ക് യു ചേട്ടാ. ഓക്കെ ചേട്ടാ. ഓക്കെ. ബോൾ വന്നാ വലിച്ചടിച്ചാ മതി എന്ന് പറഞ്ഞു. പിന്നെ വലിച്ചടിച്ചാ പോരെ. പക്ഷേ ഈ ബോൾ വരണേ ഞാൻ കാണട്ടെ.
അതല്ലേ കുഴപ്പം. അല്ല രാജ, ഈ സഞ്ജു സാംസൺ വിളിച്ചത് കേട്ടായിരുന്നോ? ചേട്ടാന്ന്, രാജനെ ചേട്ടാന്ന്. അവൻ എല്ലാവരെയും കയറി ചേട്ടാന്നാ വിളിക്കുന്നത്. അപ്പൊ എനിക്കൊരു സംശയം, സഞ്ജുവിന്റെ അച്ഛൻ എന്തായിരിക്കും വിളിക്കുന്നത്? എന്ത് വിളിക്കണമെന്ന് സോഷ്യൽ മീഡിയ നോക്കിയിരിക്കും. സഞ്ജുവിന്റെ അച്ഛനായതുകൊണ്ട് ഒന്നും വിളിക്കുന്നില്ല. പാവം. മാഫ് കീജിയെ പിതാജി, ആ പയ്യൻ എങ്ങനെയെങ്കിലും കളിച്ച് എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ. മിഠി മിഠി മിഠി. എന്താ ഉദ്ദേശിച്ചത്? എന്തെങ്കിലും ചെയ്യണം. ഇവിടെ സ്റ്റൗ കൊണ്ട് വെക്കും. സ്റ്റൗവിലല്ല മറ്റേ സാധനം ഹോമകുണ്ട. കൊണ്ടുവരൂ. ഞാൻ പോയി എടുക്കാം. എന്റെ മന്ത്രശക്തി കൊണ്ട് ഈ രാജ്യത്തെ രക്ഷിക്കാൻ പറ്റുമോ നോക്കട്ടെ. അയ്യേ, കയ്യെ തന്നെ തുപ്പി. ഹോമകുണ്ടം കൊണ്ടോ? ഹോമകുണ്ടം കൊണ്ടോ? വേഗാവട്ടെ. ഹോമകുണ്ടം. സ്റ്റൗ കൊണ്ടുവയ്ക്കൂ. ടീന, റീപ്പ, ഇനെ. പഴങ്കഞ്ഞി പിടിക്കും. സുനാസി. दमायन्तो ब्रह्मचारिणः स्वाहा समायन्तो ब्रह्मचारिणः स्वाहा മഴ പെയ്തു. ഹായ് മഴ. ദുന്ദുബിനാദം നാദം നാദം ഹായ് മഴ. ദേവദുന്ദുഭിതൻ വർഷമംഗലഘോഷം ദേവദുന്ദുഭിതൻ വർഷമംഗലഘോഷം ദും 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 ദുന്ദുബിനാദം. രാജഗുരു, എന്തോ എന്താ ഇത്? അയ്യേ, എന്താ ഇത്? ഇതല്ല ഇത്. കുഴപ്പമില്ല, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എടോ, മഴ പെയ്തോടോ. മഴ പെയ്താൽ മാച്ച് മുടങ്ങിയില്ലേ? ഇനി അവര് കളിക്കാനായിട്ട് ഇങ്ങോട്ട് വരുമോ? മാച്ച് മുടക്കി, നമ്മുടെ കളിയും മുടക്കി. രാജൻ, കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് നമ്മുടെ അവസ്ഥ അവരറിയാതെ പോയി. നമ്മുടെ രാജ്യം രക്ഷപ്പെട്ടു. അതെ, കോമഡി മാർഷൽസിനോട് പോകാൻ പറ. ഓ, രാജഗുരുവിന്റെ ഒരു ബുദ്ധി. അതെ, ഇന്ന് ഹോമം ചെയ്ത് മഴ പെയ്യിച്ച രാജഗുരുവാണ് ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ച്. ഇത് മാനസി മാച്ച് അല്ല, മാച്ച് ഓഫ് ആക്കിയ മാൻ. Yeah!